തീർച്ചയായിട്ടും അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനല്ല. ഇനി ഞാനത് പറഞ്ഞ് നടക്കാനുമില്ല. ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല. ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി ആ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഈ പറയുന്ന സെക്യുലറാണ്, എൻ്റെ കുടുംബം, പാരമ്പര്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണല്ലോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷെ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാൻ അവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയല്ലല്ലോ വേണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം പബ്ലിക്കിനെ നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം. ഇപ്പോൾ നമ്മളെ സർവേ റിപ്പോർട്ട് എന്നെ സർവേ ഇട്ടിരുന്നല്ലോ, ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പം 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേ. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്ക്, ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ, നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും? അല്ല, ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാലോ. ഇപ്പം ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിക്കുമ്പോൾ അതിനൊരു ചൊല്ലുണ്ട്, രണ്ടാമത്തെ ചൊല്ല് ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്ന് നിന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തെ സ്ഥിതിയുണ്ട്, പിന്നെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്, രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്, ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താണെന്ന് അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വിഡ്ഢിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, മനസ്സിലായോ? എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെൻ്റ് ഉണ്ട്. ഒന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്ന്. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ. മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്നത് ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ്. നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ, അൻവറിൻ്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ, കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും. അൻവറിൻ്റെ കുടുംബക്കാരും അൻവറിൻ്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ 150 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളുണ്ടാവും. അപ്പം അത് വേറെ, അത് ഒരു പേഴ്സണൽ റിലേഷൻ്റെ ഭാഗമാണ്. കൺവീനർ പറഞ്ഞ ഇന്നത്തെ വിശദീകരണം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അത് അധികാരം നീണ്ടു പറ്റില്ല എന്നൊക്കെയാണ് കൺവീനറുടെ വിലയിരുത്തൽ. മൂപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നിട്ടുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാണ് ഞാൻ എന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല.